സംസ്ഥാന ആരോഗ്യ വകുപ്പിനെതിരെ UDFന്റെ ബദൽ നയം. ആരോഗ്യ കമ്മീഷനെ നിയമിച്ചു. സംസ്ഥാനത്ത് ബദൽ ആരോഗ്യ നയത്തിനൊരുങ്ങി UDF ആരോഗ്യ കമ്മീഷനെ പ്രഖ്യാപിച്ചു. ഡോക്ടർ SS ലാൽ ആരോഗ്യ കമ്മീഷന് നേതൃത്വം നൽകും. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ലക്ഷ്യമിട്ടാണ് കമ്മീഷൻ രൂപീകരിച്ചത്. 6 അംഗ കമ്മീഷനാണ് ചുമതല നൽകിയത്. 3 മാസത്തിനകം കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് നൽകും. 6 മാസത്തിനുള്ളിൽ സമ്പൂർണ്ണ റിപ്പോർട്ടും സമർപ്പിക്കും. പൊതുജനങ്ങളിൽ നിന്നും ആശുപത്രി ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. നാളെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ബദൽ ആരോഗ്യ നയം UDF കൊണ്ടുവരുന്നത്. ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നുമായിരുന്നു ഹാരിസ് ചെറക്കൽ പറഞ്ഞത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചെറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു. പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ലെന്നും ഹാരിസ് പറഞ്ഞിരുന്നു. മികച്ച ഡോക്ടർ എന്ന പേരെടുത്തിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ തുറന്ന പറച്ചിലോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഉപകരണക്ഷാമം സജീവ ചർച്ചയാവുകയായിരുന്നു. സ്റ്റോക്ക് പുതുക്കുന്നതിലെ കാലതാമസവും കുടിശ്ശിക തീർക്കാത്തതും വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും 2 തവണയാണ് DMO ഓഫീസുകളിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലെ വകുപ്പ് മേധാവികളോട്, അതായത് വകുപ്പിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ പട്ടിക ചോദിക്കാറുള്ളത്. ഈ അവസരത്തിൽ ആവശ്യാനുസരണം ഉപകരണങ്ങൾ ചോദിക്കാം. പക്ഷേ ഫണ്ട് അനുവദിക്കുന്നതിലെ കാലതാമസം മൂലം പലപ്പോഴും ഈ പട്ടിക അനുസരിച്ചുള്ള ഉപകരണങ്ങൾ കിട്ടാൻ വൈകും. പലപ്പോഴും പൊതു ഉപകരണങ്ങൾ പരസ്പരം സഹകരിച്ച് ഉപയോഗിച്ച് വകുപ്പുകൾ പ്രതിസന്ധി ഒഴിവാക്കും. എന്നാൽ ഒരു വകുപ്പിന് മാത്രമായി ആവശ്യമുള്ള ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടായാൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുക. മൂത്രാശയക്കല്ലിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിതോകാസ്റ്റ് പ്രോബ് എന്ന ഉപകരണത്തിലുണ്ടായ ക്ഷാമമാണ് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിന് കാരണം. 5 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് നടത്തുന്നത്. എന്നാൽ കുടിശ്ശിക തീർക്കാത്തതിനാൽ പല കമ്പനികളും കോർപ്പറേഷന് സ്റ്റോക്ക് നൽകാൻ തയ്യാറാകുന്നില്ല. ഇതും വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. പല വകുപ്പ് മേധാവികളും പറയാൻ മടിച്ച കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചട്ടം നോക്കാതെ പുറത്തു പറഞ്ഞത്. വെള്ളായണി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ 23-കാരന്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നതോടെയാണ് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇട്ടത്. വിദ്യാർത്ഥി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എല്ലാത്തിലും നമ്പർ 1 എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നതിനിടെയാണ് ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി ഡോക്ടർ ഹാരിസ് ചെറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഹാരിസ് ചെറക്കൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. കൈക്കൂലി വാങ്ങാത്ത കഠിനാധ്വാനിയായ ഡോക്ടറാണ് ഹാരിസ് എന്നും അദ്ദേഹം ഉന്നയിച്ചത് ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു.